നമുക്ക് ഈ ലേക്കിന്റെ ഫുൾ വ്യൂ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിന്റെ അകത്ത് കയറി നിന്നാൽ മതി. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ വ്യൂവും കാണാൻ പറ്റും. നല്ല അടിപൊളി ഒരു പ്ലേസ് ആണ് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ദുബായിലാണെങ്കിൽ വിന്റർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇനി എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി പ്ലേസിലേക്കാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ദുബായിലുള്ള അൽഖുദ്രാനിലെ ലവ് ലേക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നോക്കിയാൽ മതി, അടിപൊളി ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കിട്ടുന്നത്. അടിപൊളി പ്ലേസ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലേക്കിന് ചുറ്റും നമ്മുടെ വാഹനത്തെ നടന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. അടിപൊളി ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ ആണ്. പതുക്കെ ഇങ്ങനെ വാഹനത്തെ നമുക്ക് ഇങ്ങനെ ചുറ്റി നടന്നാൽ നമുക്ക് ഇവിടെയുള്ള എല്ലാം ഒരൊറ്റ ഷോട്ടിൽ തന്നെ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് ഒരു വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നത്. നമുക്കിവിടെ വരുന്നതിന് യാതൊരുവിധ ചാർജുകളുമില്ല. അതുപോലെ തന്നെ ഈ ലേക്കിന് ചുറ്റും നമുക്ക് നമ്മുടെ വാഹനങ്ങൾ നിർത്തിയിട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ഇവിടെയുള്ള കിളികളെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ടൈപ്പ് കിളികളെല്ലാം ഈ ഏരിയയിലുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാനും നമുക്ക് ഫുഡുകൾ കൊണ്ടുവന്ന് അത് പാചകം ചെയ്ത് കഴിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റിയ അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറുമാണ് ഈ ഒരു വിൻ്ററിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടിപൊളി ഒരു പ്ലേസാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറേയേറെ ഗിരി കോഴികളെ കാണാൻ കിട്ടി. അത് ഒരുപാടുണ്ട്, കൂട്ടത്തോടെ ഇങ്ങനെ പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് അരയന്നങ്ങളെ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. അരയന്നങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് വന്നിങ്ങനെ നിൽക്കും. ഇവിടെ നിന്ന് നമുക്ക് സൂര്യനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലേക്കിൻ്റെ ഭംഗിയും നമുക്ക് ഈ ഒരു ഈവനിങ് ടൈം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ ഒരു വ്യൂ കാണാൻ നോക്കണം. അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്നവർക്ക് സൺസെറ്റ് കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി കാഴ്ചയാണ് അതും. ഞങ്ങൾക്ക് വേറൊരു നല്ല കാഴ്ച കാണാൻ കിട്ടിയത് അവിടെ കുറച്ച് മാനുകളെയാണ്. നമുക്കത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടു. ഞങ്ങളുടെ വാഹനം നിർത്തി ഞങ്ങളുടെ ക്യാമറാമാൻ അതിൻ്റെ പുറകെ ഓടി നടന്നിട്ട് എടുത്ത ഒരു അടിപൊളി വിഷ്വലാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിലൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഒരു 5-6 ഞങ്ങൾ കണ്ടു. പിന്നെ ഇത് നിൽക്കത്തില്ലല്ലോ, നല്ല വേഗതയാണ് ഇതിന്. മനാപ്രോ, നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇവിടെ വരണ്ടായിരുന്നില്ലേ? അതെ, ഇതുപോലെ അടിപൊളിയായിട്ട് വന്നിരുന്ന് മിച്ചറൊക്കെ കഴിക്കാനും സ്വസ്ഥമായിട്ടില്ലേ ഒരു ഫുഡ് ഒക്കെ മേക്കാൻ പറ്റുന്ന രീതിയിൽ പറ്റണം. എല്ലാവരും ഞാൻ പറയുന്നത് എല്ലാവരും അവധി ദിവസങ്ങളിൽ ഇവിടെ വന്നിരുന്നാണ്ട് നല്ല രസമാണ്. ഇങ്ങനെ വന്നിരുന്ന് തിന്നതാണ്ടോ, കുറച്ച് മിച്ചറൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുക്കണം. അല്ല, ഇഷ്ടം പോലെ മീനുണ്ട് ഇതിൻ്റെ അകത്താട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നല്ല അരയന്നത്തിനെയും അതിനെയും കൊക്ക് കുറേയേറെ സാധനങ്ങളെല്ലാം കണ്ടിങ്ങനെ നല്ല സ്വസ്ഥമായിട്ടിരിക്കും അല്ലേ? എന്താ വൈബ്, ഒരു രക്ഷയില്ല. നമുക്ക് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫുഡൊന്നും കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ അത് വെച്ച് കഴിക്കാനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. സൂപ്പറായിട്ട് നമുക്ക് വന്ന് ബാർബിക്യൊക്കെ ഉണ്ടാക്കാനൊക്കെ അതല്ലേ. ഒരു ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വരണം അല്ലേ? അതാണ് അടിപൊളി, സൂപ്പർ. താങ്ക് യു. മട്ടനൊക്കെ ചൂടാനൊക്കെ